പിന്നെ ഒന്നും കൂടി ചോദിച്ചോട്ടെ, ഈ ശിവരാത്രി എന്ന് പറഞ്ഞാൽ എന്താ, അതിനുള്ള പ്രാധാന്യം എന്താണ്? ശിവരാത്രിക്ക് പറഞ്ഞല്ലോ, നമ്മളിപ്പം ശിവനെ കണ്ടെന്ന് പറയുന്നത് പോലെ മനുഷ്യനൊന്നും ബോധമില്ല. ഇപ്പം ഞാനിത് പറയുമ്പോഴും എന്റെ തലച്ചോറിൽ ഇത് ഇട്ടിട്ടൊന്നും പറയുന്നതല്ല. സൂര്യനും ചന്ദ്രനും നമ്മൾ എത്രത്തോളം സ്വാധീനിക്കുന്നു അത്രത്തോളം ആകാശത്തിൽ നിന്ന് നമുക്ക് അറിവ് ഒഴുകിക്കൊണ്ടിരിക്കും. മനുഷ്യന് ഓരോ കാലഘട്ടത്തിലും ഭൂമിയിൽ എത്രത്തോളം സൂര്യനും ചന്ദ്രനും സ്വാധീനിച്ചിട്ടുണ്ടോ അത്രത്തോളം മനുഷ്യന് സ്വന്തം ജീവന്റെ പരിവർത്തനം ആരോടും ചോദിക്കാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ സൂര്യനും ചന്ദ്രനും എത്രത്തോളം ഈ ഭൂമിയിൽ അടുക്കുന്നു, ഈ ഭൂമിക്ക് ഒരു പ്രത്യേകതരം രീതിയിൽ ആത്മീയപരമായി ഉണരാനായിട്ടുള്ളൊരു സാധ്യത തുറക്കപ്പെടും. ഭൂമിയുടെ ഊർജം ഒന്ന് പിൻവലി. അപ്പൊ മനുഷ്യ ജീവനെല്ലാം തന്നെ അവന്റെ 6ാം ഇന്ദ്രിയത്തിലേക്ക് ഒരു സ്വാധീനം കിട്ടും. തന്നെ ഉള്ളിലേക്ക് തിരിയാനായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാവും നട്ടല്. മനുഷ്യ ജീവിതം മൃഗങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്പ വ്യത്യാസമുള്ളൂ ജീവന്റെ കാര്യത്തിൽ. പക്ഷെ ഇതിന് കിട്ടിയിരിക്കുന്ന നട്ടല് വളരെ സ്വാധീനമുള്ളതാണ്. നട്ടല് നമ്മൾ എത്രത്തോളം നട്ടലിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു അത്രത്തോളം അടിവശത്ത് നട്ടലിന്റെ അടിവശത്തുനിന്ന് ഒരു ഊർജം പൊന്തും. അത് എത്രത്തോളം നമ്മളിൽ സ്വാധീനിക്കുന്നു, അതിൽ എത്രത്തോളം കമ്പനം കൊള്ളുന്നു അത്രത്തോളം നമുക്ക് ബോധപ്രജ്ഞ വരും. മനസ്സിലായോ? ആരിൽ നിന്നും ആധ്യാത്മികത മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സ്വയമേ ഉണ്ടാകുന്ന തിരിച്ചറിവാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ജീവചക്രത്തിൽ നിന്നുള്ള വിമോചനത്തെ കുറിച്ചാണ് നമ്മൾ അറിയുന്നത് തന്നെ. അപ്പം അതിനാല് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഉള്ളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതേപോലുള്ള ശിവരാത്രി പോലുള്ള ദിവസങ്ങൾ. ശിവരാത്രിയും നവരാത്രിയും സൃഷ്ടിയുടെ വലിയൊരു സാധ്യതയാണ്. ശരി.